ഇവിടെ കേരളത്തിൽ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും സർക്കാരുമായിട്ട് ഏറ്റവും കൂടുതൽ പോരാട്ടം നടന്നത് സർവകലാശാലയുടെ പ്രശ്നത്തിലാണ്. അപ്പോൾ അവിടെയും സർവകലാശാലകളുമായിട്ട് ഗവർണർ അല്ലെങ്കിൽ ഭരണകൂടത്തിനൊക്കെ പ്രശ്നങ്ങളുണ്ട്. യഥാർത്ഥത്തിൽ എന്താണ് സർവകലാശാലകളുമായിട്ട് ബംഗാളിലെ സർവകലാശാലകളുമായിട്ടുള്ള ഇഷ്യൂ എന്താണ് യഥാർത്ഥത്തിൽ? സർവകലാശാലകളിൽ പരമാധികാരം ചാൻസലർക്കാണെന്ന് സുപ്രീം കോടതി 2-3 വിധികളിൽ കേരള വിധി ഉൾപ്പെടെ ഞാനിവിടെ ചെന്നപ്പോൾ കണ്ടത് 38 സർവകലാശാലകൾ. അതിലൊക്കെ ഗവൺമെൻറ് തിരഞ്ഞെടുത്ത നിയമിച്ച വൈസ് ചാൻസലർമാരാണ്. അവർക്ക് ആർക്കും അവിടെ തുടരാനുള്ള സ്വാതന്ത്ര്യമില്ല, അവകാശമില്ല. അതാണ് സുപ്രീം കോടതി വിധി. ഞാനവരെല്ലാം വിളിച്ചു, അവരോട് പറഞ്ഞു, ഇതാണ് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം സുപ്രീം കോടതി വിധി അനുസരിച്ച് നിങ്ങൾക്ക് വൈസ് ചാൻസലറായി തുടരാൻ ഉള്ള അർഹതയില്ല. കാരണം നിങ്ങളെ തിരഞ്ഞെടുത്ത രീതി ശരിയല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഓപ്ഷനുണ്ട്, നിങ്ങൾക്ക് രാജിവെക്കാം. എനിക്കൊരു ഓപ്ഷനുണ്ട്, നിങ്ങൾ രാജിവെച്ചില്ലെങ്കിൽ നിങ്ങളെ പിരിച്ചുവിടാൻ ഞാൻ നടപടി എടുക്കേണ്ടി വരും. പക്ഷെ അത് നോട്ടീസ് തന്നതിന് ശേഷം നിങ്ങളെ കേട്ടിട്ടൊക്കെ ചെയ്യത്തുള്ളൂ. നിങ്ങളിതിനെ തീരുമാനിക്കാം. അവർ 10 മിനിറ്റ് സമയം തരണം സാറെന്ന് ചോദിച്ചു. ഞാൻ അവിടെ ചാർജ് എടുത്തേണ്ട ഒരാഴ്ച കഴിഞ്ഞിട്ടാണ്. എന്നിട്ട് ആ വൈസ് ചാൻസലർമാർ വന്ന് പറഞ്ഞു, സാറ് പറഞ്ഞത് ശരിയാണ്, ഞങ്ങൾക്ക് തുടരാനുള്ള അവകാശമില്ല, ഞങ്ങൾ രാജിവെക്കുന്നു. ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ അവരെല്ലാം രാജിവെച്ചു. ആ രാജിവെച്ചവരെ ഞാൻ വഴിയിലേക്ക് ഇറക്കി വിട്ടില്ല. ഞാൻ പറഞ്ഞു, ഇനി യൂണിവേഴ്സിറ്റി ചട്ടങ്ങളനുസരിച്ച് ടെമ്പററി വൈസ് ചാൻസലർ, ഇൻ്ററിം വൈസ് ചാൻസലേഴ്സിനെ വെക്കേണ്ട ചുമതല ഗവർണർക്കാണ്. അത് ആരെയും വയ്ക്കാം. നിങ്ങൾ തൽക്കാലം ഇൻ്ററിം വൈസ് ചാൻസലറായിട്ട് തുടരുക. അവരുടെ ജോലി നഷ്ടപ്പെട്ടെങ്കിലും ഇൻ്ററിം വൈസ് ചാൻസലേഴ്സ് തുടർന്നു. അതിൽ ചിലർ രാഷ്ട്രീയം കളിക്കാൻ തുടങ്ങി, അഴിമതി കാട്ടാൻ തുടങ്ങി. അവരെയൊക്കെ ഞാൻ 24 മണിക്കൂറിനകം പറഞ്ഞു വിട്ടു. ആ ഘട്ടത്തിൽ ചില ഉപദേശങ്ങളുണ്ടായി. ഗവൺമെൻറ്റിനോട് പറഞ്ഞിട്ട് വേണം വൈസ് ചാൻസലർമാരെ, ഇൻ്ററിം വൈസ് ചാൻസലർമാരെ നിയമിക്കാൻ. അത് ഗവൺമെൻറ് ഹൈക്കോടതിയിൽ ചലഞ്ച് ചെയ്തു. ഹൈക്കോടതി പറഞ്ഞു, വൈസ് ചാൻസലർമാരെ നിയമിക്കാനും പിരിച്ചുവിടാനും ശിക്ഷണ നടപടികൾ എടുക്കാനുള്ള പൂർണ്ണ അധികാരം ഗവർണർക്കാണ്, ചാൻസലർക്കാണ്. അതിനുശേഷം മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഞാനവിടെ വൈസ് ചാൻസലർമാരെ വെച്ചിരുന്നത്. ഇപ്പോൾ 2 വർഷങ്ങൾക്ക് ശേഷം സുപ്രീം കോടതി ഒരു കമ്മിറ്റിയെ വെച്ചിട്ടുണ്ട്. ആ കമ്മിറ്റിയാണ് തീരുമാനിക്കുന്നത്. അതിൽ ആർക്ക് പ്രിഫറൻസ് കൊടുക്കണം എന്ന് മുഖ്യമന്ത്രിക്ക് പറയാം. ആ പ്രിഫറൻസ് ഗവർണർക്ക് വേണമെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ തിരസ്കരിക്കാം. 34 യൂണിവേഴ്സിറ്റി വന്നതിൽ 17 ഞാൻ ഗവൺമെൻറ് പറഞ്ഞതിൽ എടുത്തു. ബാക്കി 17 ഞാൻ എടുക്കാൻ തീരുമാനിച്ചിട്ടില്ല. കാരണം അതിൽ രാഷ്ട്രീയ ചായ്വുള്ളവരുണ്ട്, അഴിമതിക്കാരുണ്ട്, അർഹതയില്ലാത്തവരുണ്ട്. അർഹതയുള്ളവരെ എടുക്കുന്നു, അർഹതയില്ലാത്തവർ എടുക്കുന്നില്ല.